നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോകപ്രശസ്ത ഡിവൈൻ ധ്യാന കേന്ദ്രം സന്ദർശിച്ച് കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്. പെരിയ ഇരട്ടക്കൊലക്കേസ് ജയിൽ മോചിതരെ സ്വീകരിക്കുവാൻ പ്രമുഖ നേതാക്കൾ. കലാമാമാങ്കത്തിന് കൊടിയിറങ്ങി. സംസ്ഥാന സ്കൂൾ കലോത്സവം അഭിമാനമെന്ന് വി.ഡി. സതീശൻ. ഷെയ്ഖ് ഹസീനയുടെ വിസ കാലാവധി നീട്ടി നൽകി ഇന്ത്യ. തകർന്ന ബന്ധം പുനഃസ്ഥാപിക്കുവാൻ മാലിദ്വീപ്. ഇന്ത്യയിലെത്തി പ്രതിരോധ മന്ത്രി. വാർത്തകൾ വിശദമായി. സ്ഥാനാരോഹണ ശേഷം ആദ്യമായി ഡിവൈൻ ധ്യാന കേന്ദ്രം സന്ദർശിച്ച അത്യുന്നത കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്. ജനുവരി 9 ഉച്ചയ്ക്ക് 1 മണിയോടുകൂടെ ഡിവൈനിലെത്തിയ പിതാവിന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഗംഭീര സ്വീകരണമാണ് നൽകിയത്. ഒരു വൈദികനാകുവാനുള്ള തന്റെ ദൈവവിളിയിൽ ഡിവൈൻ ധ്യാന കേന്ദ്രം വഹിച്ച പങ്കും അദ്ദേഹം തന്റെ സന്ദർശന വേളയിൽ എടുത്തു പറഞ്ഞു. ഇവിടെ വന്ന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളും ആശംസകളും സ്വീകരിക്കുവാനായിട്ട് ലഭിച്ച ഈ ഒരു അവസരം വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇത് പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രം മലയാള വിഭാഗം ഡയറക്ടർ ഫാദർ ജോർജ് പനക്കൽ VC, ഇംഗ്ലീഷ് വിഭാഗം ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ വെല്ലൂരാൻ VC, ഡിവൈൻ ധ്യാന കേന്ദ്രം സുപ്പീരിയർ ഫാദർ വർഗീസ് പാറപ്പുറം VC, ഫാദർ മാത്യു നായ്ക്കമ്പറമ്പിൽ VC, വിൻസെൻഷ്യൻ സഭ മേരിമാത പ്രൊവിൻസ് അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ മാത്യു തടത്തിൽ VC, ഗുഡ്നസ് TV ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഫാദർ അലക്സ് ചാലങ്ങാടി VC, ഡിവൈൻ ഇംഗ്ലീഷ് വിഭാഗം അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, ഡിവൈൻ ധ്യാന കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷിജോ നെറ്റിയാങ്കൽ VC എന്നിവർ ചേർന്ന് കർദിനാൾ മാർ ജോർജ് കൂവക്കാട് പിതാവിനെ സ്വീകരിച്ചു. തുടർന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രം മലയാളം വിഭാഗത്തിലെ പ്രധാന ധ്യാന ഹാളിലെത്തിയ കർദിനാളിനെ ഫാദർ അഗസ്റ്റിൻ വെല്ലൂരാൻ VC സ്വാഗതം ആശംസിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് കോളേജ് പഠനകാലത്ത് തൻ്റെ ദൈവവിളിയുമായി സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളും അനുഗ്രഹങ്ങളും തേടാൻ താൻ ഡിവൈനിൽ വന്നതിനെക്കുറിച്ച് പിതാവ് ഓർത്തെടുത്തു. അന്ന് അഗസ്റ്റിൻ വെല്ലൂരാൻ അച്ഛനോട് താൻ നിർദ്ദേശങ്ങൾ തേടിയതായും അതിനുശേഷം തൻ്റെ അധ്യാപകൻ കൂടിയായിരുന്ന വെല്ലൂരാൻ അച്ഛൻ അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നുവെന്നും പിതാവ് പറഞ്ഞു. തൻ്റെ ഓരോ പ്രവൃത്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹവും സഹായവും താൻ തേടാറുണ്ട് എന്നും പിതാവ് വ്യക്തമാക്കി. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ പ്രത്യേക പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും തേടാൻ കൂടിയാണ് താൻ ഇന്ന് ഇവിടെ വന്നതെന്നും പിതാവ് പറഞ്ഞു. തുടർന്ന് ഡിവൈൻ ഇംഗ്ലീഷ് വിഭാഗം സന്ദർശിച്ച പിതാവ് ഇംഗ്ലീഷ് വിഭാഗത്തിലെ ധ്യാനക്കാരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ട് പിതാവ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പിതാവ്, കർദിനാൾ ആയതിനു ശേഷം ആദ്യമായാണ് അങ്ങ് ഡിവൈൻ ധ്യാന കേന്ദ്രം സന്ദർശിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷമുള്ള അങ്ങയുടെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാം. ഞാൻ 30 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ടൊരു കോളേജ് വിദ്യാർത്ഥിയായിട്ട് ഇവിടെ എത്തിയത്. പിന്നീട് ഞാൻ മംഗലപ്പുഴ സെമിനാരി പഠിക്കുന്ന കാലത്ത് എൻ്റെ പ്രിയ ഗുരുനാഥൻ അഗസ്റ്റിൻ വെല്ലൂരാൻ അച്ഛൻ ഞങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തതൊക്കെ എപ്പോഴും വലിയൊരു ഓർമ്മയാണ്. ഇപ്പോൾ ഞാനിവിടെ എത്തിയത് അച്ഛനെ കാണാനും അതുപോലെ മറ്റ് സമൂഹാംഗങ്ങളോട് അനുഗ്രഹം ചോദിക്കാൻ, പ്രാർത്ഥന ചോദിക്കാൻ. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ലഭിച്ച ഈ ശുശ്രൂഷ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടാണ്. മാതാപിതാക്കളും ഗുരുഭൂതരും ഞാൻ ശുശ്രൂഷ ചെയ്ത വ്യക്തികളുടെയും അനുഗ്രഹമാണ് ഇതിൻ്റെ പിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 35 വർഷത്തോളം ഡിവൈൻ ധ്യാന കേന്ദ്രം ലോകം മുഴുവൻ ലോകത്തിലെ ഏറ്റവും വലിയൊരു ധ്യാന കേന്ദ്രമായി ആണ് ഇപ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രം. ആ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ആ ഒരു ധ്യാന ഹാളിലേക്ക് അങ്ങ് ചെല്ലുകയുണ്ടായി. അതിനെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കും.
എനിക്ക് എൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷകൾ മുന്നോട്ട് പോയ അവസരത്തിൽ പ്രത്യേകമായ രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭക്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ പിതാവിൻ്റെ യാത്രകളിൽ എപ്പോഴും പത്രോസിൻ്റെ ശവകുടീരത്തെങ്കിൽ പോയി ഞാൻ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. മാർപ്പാപ്പ പത്രോസിൻ്റെ പിൻഗാമിയാണല്ലോ. അതുപോലെ തന്നെ പരിശുദ്ധ പിതാവ് താമസിക്കുന്ന സ്ഥലത്തുള്ള ചാപ്പൽ പരിശുദ്ധാത്മാവിൻ്റെ നാമധേയത്തിലുള്ളതാണ്. അപ്പോൾ ഞാൻ ഓരോ യാത്രയ്ക്കും പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ചാണ് പോയി. ഇതുവരെ പോയ യാത്രകളെല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് അനുഭവപ്പെട്ടു. ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം നമുക്കറിയാം കഴിഞ്ഞ 35 വർഷങ്ങളായിട്ട് 7 ഭാഷകളിൽ അത്ഭുതകരമായ രീതിയിൽ പരിശുദ്ധാത്മാവിനാൽ ഈ നമ്മുടെ വരുന്ന വിശ്വാസികളെ അഭിഷേകം ചെയ്ത് അവർക്ക് മാമോദിസ ലഭിച്ച ആ പരിശുദ്ധാത്മാവിനെ ഉത്തേജിപ്പിച്ച് സാക്ഷികളാകുവാനായിട്ട് കൊടുക്കുന്ന പുണ്യസ്ഥലമാണ്. അപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. ഞാൻ എൻ്റെ മെത്രാഭിഷേകത്തിനും അത് കഴിഞ്ഞ് കർദിനാളായ അവസരത്തിലും എടുത്ത സ്ഥാന ചിഹ്നത്തിൽ ഏറ്റവും മുകളിൽ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ ഒരു അനുഗ്രഹത്തിൻ്റെ, അതുപോലെ തന്നെ ധാരാളം ആളുകളുണ്ടായിരുന്നു. അവരോടെല്ലാം പ്രാർത്ഥന ചോദിക്കാനായിട്ട് വലിയൊരു അവസരമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് വേറെ രൂപതകളൊന്നുമില്ല സ്വന്തമായിട്ട്. അപ്പോൾ എനിക്കിതുപോലുള്ള പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെയും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആളുകളുടെയും അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത് എൻ്റെ ശുശ്രൂഷയ്ക്ക്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ച 4 പ്രതികൾ ജയിലിൽ നിന്ന് മോചിതരായി. ഇവരുടെ ശിക്ഷ നടപ്പാക്കുന്നത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തടയുകയും ജാമ്യം അനുവദിക്കുകയുമായിരുന്നു. പുറത്തിറങ്ങിയ ഇവർക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിനു പുറത്ത് പാർട്ടി സ്വീകരണമൊരുക്കി. MV ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും സ്വീകരിക്കുവാൻ എത്തിയിരുന്നു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഗൂഢാലോചനയില്ലെന്നും CPM നേതാക്കളായതുകൊണ്ടാണ് കേസിൽ കുടുക്കിയതെന്നും KV കുഞ്ഞിരാമൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 20-ാം പ്രതി കുഞ്ഞിരാമന് പുറമെ 14-ാം പ്രതി മണികണ്ഠൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവരാണ് ജയിൽ മോചിതരായത്. ശിക്ഷാവിധി ചോദ്യം ചെയ്തുള്ള അപ്പീലിനൊപ്പം പ്രതികൾ നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. അപ്പീലിൽ അന്തിമ ഉത്തരവ് വരും വരെയാണ് ശിക്ഷയ്ക്ക് സ്റ്റേ. 5 വർഷം തടവും 10,000 രൂപ പിഴയുമായിരുന്നു കഴിഞ്ഞ ദിവസം CBI കോടതി ഇവർക്ക് ശിക്ഷ വിധിച്ചത്. കുറ്റകൃത്യം നടത്തിയ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചതായിരുന്നു ഇവർക്കെതിരെയുള്ള കുറ്റം. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമായിരുന്നു ശിക്ഷ. ഇവരും വൈകാതെ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചേക്കും. കേസിലെ 1 മുതൽ 8 വരെ പ്രതികളായ പീതാംബരൻ, സജി ജോർജ്, KM സുരേഷ്, അനിൽകുമാർ, ഗിജിൻ, R ശ്രീറാഖ്, A അശ്വിൻ, സുബീഷ്, 10-ാം പ്രതി T രഞ്ജിത്ത്, 15-ാം പ്രതി A സുരേന്ദ്രൻ എന്നിവർക്ക് ഇരട്ട ജീവപര്യന്തവും മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 CPM നേതാക്കൾക്ക് 5 വർഷം തടവും 1000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ 10 പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം സൃഷ്ടിക്കൽ, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. CPIM-നെതിരായി കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന നുണയുടെ ഒരു വലിയ കോട്ടയാണ് ഇന്നലത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ നിലപാടോടുകൂടി പൊളിഞ്ഞു വീണത്. ഈ കേസിൽ ഞങ്ങളെ പ്രതി ചേർക്കുമ്പോഴും 28-ാം തീയതി ഞങ്ങൾ കുറ്റക്കാരാണെന്ന് പറഞ്ഞപ്പോഴും 3-ാം തീയതി ഒരിക്കലും ഞങ്ങൾ അർഹിക്കാത്ത ഒരു ശിക്ഷ നൽകിയപ്പോഴും ഞങ്ങൾ ഒരു തരത്തിലും പ്രതികരിച്ചിരുന്നില്ല. കാരണം നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്കുള്ള വിശ്വാസം കൊണ്ടും ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയിലും തന്നെയാണ് ആ ഘട്ടങ്ങളിൽ നിങ്ങളുടെ ഒരു ചോദ്യങ്ങൾക്കും ഞങ്ങൾ വഴങ്ങാനോ മറുപടി പറയാനോ തയ്യാറാണ്. 6-ാം തീയതിയാണ് ഹൈക്കോടതി ലീവ് കഴിഞ്ഞ് വീണ്ടും ചേരുന്നത്. അന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച അപ്പീൽ അപേക്ഷകൾ സ്വീകരിക്കപ്പെടുകയും തൊട്ടടുത്ത ദിവസം അത് പരിഗണിക്കുകയും അന്ന് CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ സാന്നിധ്യമില്ലായ്മ കൊണ്ട് 8-ലേക്ക് മാറ്റിവെക്കുകയും 8-ന് രാവിലെ തന്നെ ഞങ്ങളുടെ ശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ടും ഞങ്ങൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വിധി നീതിന്യായ വ്യവസ്ഥയിലുള്ള ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങൾക്ക് അതിലുള്ള ദൃഢമായ ഞങ്ങളുടെ നിലപാടും ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളുടെ പാർട്ടി തീർച്ചയായും ഞങ്ങളെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം നിരപരാധികളാണ് എന്നും CPIM-നെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്
ഞങ്ങളെല്ലാം പ്രതി ചേർക്കപ്പെട്ടത് എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ഇതിൽ നിന്ന് മോചനം നേടി വരാനാവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുന്നതിൽ കാസർഗോഡ് ജില്ലയിലെ പാർട്ടി, കണ്ണൂർ ജില്ലയിലെ പാർട്ടി, കേരളത്തിലെമ്പാടുമുള്ള പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരുമെല്ലാം വലിയ സഹായവും പിന്തുണയുമാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജവും പാർട്ടി നേതാക്കന്മാരുടെ ഇടപെടലും സാന്നിധ്യവും കൊണ്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രതിസന്ധി അതിജീവിക്കാൻ പാർട്ടിയെ സഹായിച്ച എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടുമുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹപൂർണ്ണമായ അഭിവാദ്യം. സംസ്ഥാനം ഇക്കൊല്ലം അതിദാരിദ്ര്യമുക്തമാകുമെന്നും അതിനുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും എല്ലാ ജില്ലകളിലും കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൈക്കാട് അതിഥി മന്ദിരത്തിൽ 2 ദിവസമായി ചേരുന്ന ജില്ലാ കളക്ടർമാരുടെയും വകുപ്പ് മേധാവികളുടെയും വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നവംബർ മാസത്തോടെ കേരളം അതിദാരിദ്ര്യ കുടുംബങ്ങളില്ലാത്ത സംസ്ഥാനമാകും. ഇതിനായി സമഗ്രവും ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിപാടികൾ നടപ്പാക്കി വരികയാണ്. അത് ഊർജിതമാക്കണം. ഓരോ പഞ്ചായത്തിനും ബ്ലോക്കിനും മണ്ഡലങ്ങൾക്കും അതിദാരിദ്ര്യരില്ലാത്ത കുടുംബങ്ങളെ പ്രഖ്യാപിക്കാവുന്നതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വീട് നിർമ്മിക്കുന്നതിനെ, സ്ഥലം കണ്ടെത്തുന്നതിനെ മനസ്സോടിത്തിരി മണ്ണ് പദ്ധതി വിവിധ ജില്ലകളിൽ കാര്യക്ഷമമാക്കണം. സർക്കാരിന്റെ വിവിധ ക്യാമ്പയിനുകൾ മികച്ച രീതിയിൽ നടക്കുന്നുണ്ട്. ഇവ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ജില്ലകളിൽ കൃത്യമായ സംവിധാനമുണ്ടാക്കണമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിൽ സംസ്ഥാനം നല്ല പുരോഗതി നേടിയിട്ടുണ്ട്. ഇത് പൂർണ്ണതയിലെത്തിക്കാൻ ജില്ലാ കളക്ടർമാർ നേതൃപരമായ പങ്ക് വഹിക്കണം. ജനുവരിയിൽ തുടങ്ങിയ വലിച്ചെറിയൽ വിരുദ്ധ ക്യാമ്പയിന് ജനപങ്കാളിത്തം ഉറപ്പാക്കണം. സംസ്ഥാനത്ത് ഹരിത അയൽക്കൂട്ടം 55%, ഹരിത വിദ്യാലയം 51%മായി കൂടിയിട്ടുണ്ട്. ഹരിത ഓഫീസുകൾ, ഹരിത ടൗണുകൾ തുടങ്ങിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കി ജില്ലകളെ പ്രകൃതി സൗഹൃദമാക്കണം. മാലിന്യമുക്ത പരിപാടികളിൽ സ്കൂളുകളെ കൂടുതലായി ഉൾപ്പെടുത്തി ബോധവൽക്കരണം നടപ്പിലാക്കണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മന്ത്രിമാരായ കെ രാജൻ, കെ എൻ ബാലഗോപാൽ, റോഷി അഗസ്റ്റിൻ, കെ കൃഷ്ണൻകുട്ടി, എ കെ ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, GR അനിൽ, OR കേളു, വീണ ജോർജ്, ഡോക്ടർ ആർ ബിന്ദു, MB രാജേഷ്, ജെ ചിഞ്ചുറാണി, പി പ്രസാദ്, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ജില്ലാ കളക്ടർമാർ, വകുപ്പ് സെക്രട്ടറിമാർ, മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോകത്തിനു മുന്നിൽ നമുക്ക് തലയെടുപ്പോടെ അവതരിപ്പിക്കുവാൻ കഴിയുന്ന മഹാമേളയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പരാതികളില്ലാതെ ഭംഗിയായി കലോത്സവം സംഘടിപ്പിച്ചതിന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും പ്രതിപക്ഷ നേതാവ് അഭിനന്ദിച്ചു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളിലേക്കും കൈപിടിച്ചു കൊണ്ടുപോകുന്നതാണ് കലോത്സവങ്ങൾ. ഓരോ മത്സരത്തിനും മാർക്കിടുക എന്നത് ജഡ്ജസിന്റെ മുന്നിലെ വലിയ വെല്ലുവിളിയാണ്. അത്രയും മികച്ച രീതിയിലാണ് കുട്ടികൾ പരിപാടികൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കുട്ടികൾ നാടിന്റെ സമ്പത്താണെന്നും VD സതീശൻ പറഞ്ഞു. 5 ദിവസം നീണ്ടുനിന്ന കലാമാമാങ്കത്തിന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിരശീല വീണു. ചലച്ചിത്ര താരങ്ങളായ ആസിഫ് അലി, ടൊവിനോ തോമസ് എന്നിവർ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥികളായി. കലയെ കൈവിടാതെ ജീവിതകാലം മുഴുവൻ കലയാൽ ലോകം മുഴുവൻ അറിയപ്പെടാൻ കഴിയട്ടെയെന്ന് നടൻ ആസിഫ് അലി ആശംസിച്ചു. മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കുന്ന സർഗാത്മകമായ കഴിവുകളും സഹൃദയത്വവും കൈവിടാതെ കലാകാരന്മാരും കലാകാരികളുമായി തുടരാൻ കഴിയട്ടെയെന്ന് നടൻ ടൊവിനോ തോമസ് ആശംസിച്ചു. കലാകിരീടം സ്വന്തമാക്കിയ തൃശൂർ ജില്ലാ മന്ത്രി V ശിവൻകുട്ടിയിൽ നിന്ന് സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. A ഗ്രേഡ് ലഭിക്കുന്നവർക്ക് നൽകുന്ന 1000 രൂപയുടെ കലോത്സവ സ്കോളർഷിപ്പ് 1500 രൂപയായി ഉയർത്തുന്ന കാര്യം ധനവകുപ്പിന്റെ പരിഗണനയിലാണെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. മന്ത്രി GR അനിൽ അധ്യക്ഷനായ ചടങ്ങിൽ സ്പീക്കർ AN ഷംസീർ മുഖ്യപ്രഭാഷണം നടത്തി. മന്ത്രിമാരായ KN ബാലഗോപാൽ, K കൃഷ്ണൻകുട്ടി, രാമചന്ദ്രൻ കടന്നപ്പള്ളി, PA മുഹമ്മദ് റിയാസ്, P പ്രസാദ്, OR കേളു, ഡോക്ടർ ആർ ബിന്ദു എന്നിവർ പങ്കെടുത്തു. സ്വർണ്ണക്കപ്പ് രൂപകൽപ്പന ചെയ്ത ചിറയൻ കീഴ് ശ്രീകണ്ഠൻ നായരെ സമാപന സമ്മേളനത്തിൽ പൊന്നാടണിയിച്ച് ആദരിച്ചു. പാചകരംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പഴയിടം മോഹനൻ നമ്പൂതിരി കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച ഹരിത കർമ്മസേന, പന്തൽ, ലൈറ്റ് ആൻഡ് സൗണ്ട്സ് തുടങ്ങിയവരെയും ചടങ്ങിൽ ആദരിച്ചു. പല ഇനങ്ങളിലായി 78ഓളം പുരസ്കാരങ്ങളാണ് നൽകിയത്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെയും എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെയും
മാധ്യമ പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1008 പോയിന്റുമായാണ് തൃശൂർ ഒന്നാമതെത്തിയത്. 1007 പോയിന്റുമായി പാലക്കാട് തൊട്ടുപിന്നിലും 1003 പോയിന്റോടെ കണ്ണൂർ മൂന്നാമതും എത്തി. അവസാന ദിവസം നേടിയ പോയിന്റാണ് 1999 ശേഷം തൃശൂരിലേക്ക് കിരീടമെത്തിച്ചത്. 171 പോയിന്റുമായി ആലത്തൂർ ഗുരുകുലം HSS ചാമ്പ്യൻ സ്കൂളായി. 116 പോയിന്റ് നേടിയ വഴുതക്കാട് കാർമൽ സ്കൂളിനെ രണ്ടാം സ്ഥാനം നേടാനായി. മന്ത്രി ശ്രീ GR അനിൽ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു, എന്തൊരു വൈബാണ് ഈ പരിപാടിക്ക്. നമുക്ക് ഒരിക്കലും ഇത്തരം ഒരു പരിപാടി നമുക്ക് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സംസ്ഥാനം നടത്തുന്ന ഏറ്റവും വലിയ പരിപാടിയാണ് സ്കൂൾ യുവജനോത്സവം. ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് അഭിമാനത്തോടെ ഒരാൾക്കും ഇതിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലയെടുപ്പോടുകൂടി പറയാൻ കഴിയുന്ന പരിപാടിയാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം. സത്യത്തിൽ 4-5 ദിവസം ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒരു 10 വയസ്സിൻ്റെയെങ്കിലും പ്രായം എനിക്ക് കുറഞ്ഞെന്നാണ്. എല്ലാവരെയും ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും അവരുടെ ഗൃഹാതുരത്വം നിറഞ്ഞ സ്മരണകളിലേക്കും എല്ലാം കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഈ കുട്ടികളുടെ വിസ്മയകരമായ പരിപാടികൾ എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ഓരോ പരിപാടിയിലെയും പെർഫെക്ഷൻ. ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോൾ ആലോചിച്ചു, ഞാനിവിടെ ഗ്രൂപ്പ് ഡാൻസ് കാണാൻ ഈ സ്റ്റേജിൽ വന്നിരുന്നു. ഞാൻ ഓർത്തത് ഇതിന്റെ ജൂറിയെ കുറിച്ചാണ്, ജഡ്ജിമാരെ കുറിച്ചാണ്. ഇവരെങ്ങനെ മാർക്കിടും? അത്ര പെർഫെക്ഷനാണ് ഓരോ ഡാൻസും വരുന്നത്. മാർക്കിടുക എന്ന് പറയുന്നത് ഒരു ജഡ്ജിയുടെ ഏറ്റവും, ഞാൻ ഓർത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? എന്തൊരു ചാലഞ്ചാണ് ഓരോ ഐറ്റത്തിലും ജഡ്ജിമാർക്കും മാർക്കിടാൻ. ഇത്രയും മികവാർന്ന, നമുക്ക് വിസ്മയം തരുന്ന ഈ കുട്ടികളെല്ലാം നാടിന്റെ സമ്പത്തുകളാണ് എന്ന് ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർക്കുന്നു. അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനത്തെ ലോസ് ആഞ്ചൽസിൽ പടരുന്ന കാട്ടുതീ വലിയ ആശങ്കയാകുന്നു. US ബഹിരാകാശ ഏജൻസിയായ നാസയുടെ റോബോട്ടിക് ദൗത്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ജെറ്റ് പ്രൊപ്പൽഷൻ ലാബോറട്ടറിയും കാട്ടുതീ ഭീതിയിലാണ്. ഇതേ തുടർന്ന് JPL നിന്ന് സുരക്ഷാ ജീവനക്കാർ ഒഴികെയുള്ള മുഴുവൻ ആളുകളെയും ഒഴിപ്പിച്ചു. കാട്ടുതീ അതിവേഗം പടരുന്നതിനാൽ ജെറ്റ് പ്രൊപ്പൽഷൻ ലാബോറട്ടറി താൽക്കാലികമായി അടച്ചു. അതിവേഗമുള്ള കാറ്റിനൊപ്പം ആളിപ്പടരുന്ന കാട്ടുതീ കാലിഫോർണിയ സംസ്ഥാനത്തെ വിറപ്പിക്കുന്നു. ലോസ് ആഞ്ചലസ് നഗരവും പരിസര പ്രദേശങ്ങളും അതീവ ഗുരുതരാവസ്ഥയിലാണെന്നാണ് റിപ്പോർട്ട്. സാൻ ഗബ്രിയേൽ കുന്നുകളുടെ താഴ്വാരത്ത് 177 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലാബോറട്ടറി താൽക്കാലികമായി അടച്ചു. ലാബിനോട് വളരെ ചേർന്ന് കാറ്റ് ചില കേടുപാടുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ JPL-ൽ കാട്ടുതീ അപകടമൊന്നും ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല. അതേസമയം 100 കണക്കിന് ജീവനക്കാർ വീടുകൾ ഒഴിഞ്ഞു. നിരവധി പേർക്ക് വീടുകൾ നഷ്ടമായി. ദുരിതാശ്വാസ പ്രവർത്തകർക്ക് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും സുരക്ഷിതരായിരിക്കുവാൻ ശ്രദ്ധിക്കുകയെന്നും ജെറ്റ് പ്രൊപ്പൽഷൻ ലാബോറട്ടറി ഡയറക്ടർ ലൗറി ലെഷിൻ എക്സിലൂടെ അറിയിച്ചു. സാൻ ഗബ്രിയേൽ താഴ്വരയിലെ ഏറ്റവും വലിയ നഗരമായ പാസഡീനയിൽ സ്ഥിതി ചെയ്യുന്ന ജെറ്റ് പ്രൊപ്പൽഷൻ ലാബോറട്ടറി നാസയുടെ ഫണ്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ഗവേഷണ ഏജൻസിയാണ്. കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് JPL-ന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. പെർസിവറൻസ് മാർസ് റോവർ, ക്യൂരിയോസിറ്റി മാർസ് റോവർ, യൂറോപ്പ ക്ലിപ്പർ തുടങ്ങി നാസയുടെ വമ്പൻ റോബോട്ടിക് ദൗത്യങ്ങൾ നയിക്കുന്നത് JPL ആണ്. നാസയുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്കിന്റെ ചുമതലയും ജെറ്റ് പ്രൊപ്പൽഷൻ ലാബോറട്ടറിക്കാണ്. 5500ഓളം പൂർണ്ണസമയ ജോലിക്കാർ JPL-നുണ്ട് എന്നാണ് കണക്ക്. ഇന്ത്യൻ സൈനികരെ മുഴുവൻ തിരിച്ചു വിളിക്കുവാൻ ആവശ്യപ്പെട്ട് 8 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇന്ത്യയുമായി പ്രതിരോധ സഹകരണത്തിന് ചർച്ച നടത്തി മാലിദ്വീപ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ കാര്യമായി വിള്ളൽ വീഴ്ത്തിയ നടപടിക്ക് ശേഷം വീണ്ടും ബന്ധം മെച്ചപ്പെടുത്തുവാനുള്ള നടപടികളാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. ഇന്ത്യയിലെത്തിയ മാലിദ്വീപ് പ്രതിരോധ മന്ത്രി മുഹമ്മദ് ഖസാൻ ഡൽഹിയിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി ചർച്ച നടത്തി. പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ വീണ്ടും സഹകരണം തുടരുന്ന കാര്യത്തിലായിരുന്നു ഇരു രാഷ്ട്ര നേതാക്കളുടെയും പ്രധാന ചർച്ചകൾ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രതിരോധ സന്നദ്ധത ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉന്നതതല ചർച്ചകളിൽ വിഷയമായി. മാലദ്വീപുമായി പ്രതിരോധ സഹകരണം തുടരാൻ ഇന്ത്യയുടെ സന്നദ്ധത രാജ്നാഥ് സിംഗ് ചർച്ചകളിൽ അറിയിച്ചു.
സാമ്പത്തിക, സമുദ്ര സുരക്ഷാ മേഖലകളിലെ സമഗ്ര സഹകരണമായിരുന്നു പ്രധാന ചർച്ചാ വിഷയമെന്ന് ഔദ്യോഗിക വാർത്താക്കുറിപ്പും വിശദീകരിക്കുന്നു. ഉഭയകക്ഷി സുരക്ഷ, പ്രതിരോധ സഹകരണത്തിന്റെ എല്ലാ വിശദാംശങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഈ മേഖലകളിൽ സംയുക്ത കാഴ്ചപ്പാടുമായി മുന്നോട്ട് നീങ്ങാനും അതിനായി പരിശ്രമിക്കാനും തീരുമാനിച്ചുവെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വിശദീകരണത്തിൽ വിവരിക്കുന്നു. മാലിദ്വീപിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇന്ത്യയുടെ സഹകരണം രാജ്നാഥ് സിംഗ് വാഗ്ദാനം ചെയ്തു. അയൽ രാജ്യമെന്ന നിലയിൽ മാലിദ്വീപിന്റെ സുരക്ഷാ സന്നദ്ധത ശക്തമാക്കാൻ ഇന്ത്യയുടെ സൈനിക സംവിധാനങ്ങൾ നൽകാൻ ഇന്ത്യ തയ്യാറാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇപ്പോഴത്തെ പ്രസിഡന്റ് മുഹമ്മദ് മുയിസു അധികാരത്തിലേറിയതു മുതലാണ് ഇന്ത്യയുമായി അകലാൻ മാലദ്വീപ് സർക്കാർ തീരുമാനിച്ചത്. ഇതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന സഹകരണത്തിനും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഉറച്ച നയതന്ത്ര ബന്ധങ്ങൾക്കും ഇടിവ് തട്ടിയിരുന്നു. അധികാരത്തിലെത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെ ഇന്ത്യൻ സൈനികർ മാലദ്വീപ് വിട്ടുപോകണമെന്ന് പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. പിന്നീട് കഴിഞ്ഞ ജനുവരിയിൽ ചൈനയുടെ ഗവേഷണ സർവേ ആവശ്യങ്ങൾക്കുള്ള കപ്പലിനെ മാലദ്വീപിൽ നങ്കൂരമിടാനുള്ള അനുമതിയും ഭരണകൂടം നൽകി. താലിബാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്താഖിയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. ദുബായിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. അഫ്ഗാനിസ്ഥാന് നൽകി വരുന്ന മാനുഷിക സഹകരണം, ഉഭയകക്ഷി പ്രശ്നങ്ങൾ, മേഖലയിലെ സുരക്ഷ എന്നിവയിൽ ചർച്ച നടത്തിയതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളുടെയും കൂടിക്കാഴ്ചയിൽ സുപ്രധാന വിഷയങ്ങൾ ചർച്ചയായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താനും ചർച്ചയിൽ ധാരണയായി. 800ഓളം അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ തടവിലാക്കിയെന്ന വാർത്തകൾ വന്ന് മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു കൂടിക്കാഴ്ച. അഫ്ഗാൻ അഭയാർത്ഥികളുടെ പുനരധിവാസത്തിന് സഹായമുണ്ടാകുമെന്ന് ഇന്ത്യ ഉറപ്പു നൽകി. അഫ്ഗാനുള്ള മാനുഷിക സഹകരണം തുടരും. അഫ്ഗാനുമായി ആരോഗ്യം, കായികം തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കും. ആരോഗ്യ സംരക്ഷണ മേഖലയിലെ സഹായത്തിന് മുൻഗണന നൽകും. മരുന്നുകളുടെ വിതരണം, അഭയാർത്ഥികളുടെ പുനരധിവാസം എന്നിവയും ഇതിൽ ഉൾപ്പെടും. 50,000 മെട്രിക് ടൺ ഗോതമ്പ്, 300 ടൺ മരുന്നുകൾ, 27 ടൺ ഭൂകമ്പ ദുരിതാശ്വാസ സഹായം, 40,000 ലിറ്റർ കീടനാശിനികൾ, 100 ദശലക്ഷം പോളിയോ വാക്സിനുകൾ, 1.5 ദശലക്ഷം കോവിഡ് വാക്സിൻ, മയക്കുമരുന്ന് ഡി അഡിക്ഷൻ പ്രോഗ്രാമിനുള്ള സുരക്ഷാ കിറ്റുകൾ, 500 യൂണിറ്റ് ശീതകാല വസ്ത്രങ്ങൾ, 1.2 ടൺ സ്റ്റേഷനറി കിറ്റുകളും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യ അഫ്ഗാന് നൽകി വരുന്നുണ്ട്. അത് തുടരുമെന്നും ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ഉറപ്പു നൽകി. അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നതിനും അഫ്ഗാനെ അകമഴിഞ്ഞ് സഹായിക്കുന്നതിനും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയെ അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു. അതേസമയം അഫ്ഗാൻ മേഖലയിലെ സുരക്ഷാസ്ഥിതിയിൽ ഇന്ത്യ ആശങ്കയും അറിയിച്ചു. ഇറാനിൽ ഇന്ത്യ വികസിപ്പിക്കുന്ന ചാബഹാർ തുറമുഖത്തിന്റെ കാര്യത്തിലും നിർണായക ചർച്ച നടന്നതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വാണിജ്യ വ്യാപാര ഇടപാടുകൾക്കായി ഇറാനിലെ ചാബഹാർ തുറമുഖം കൂടുതലായി ഉപയോഗപ്പെടുത്താനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. അഫ്ഗാനിസ്ഥാനെ വരുതിയിലാക്കാൻ ചൈനയുടെ ഇടപെടലുകളും നടക്കുന്നുണ്ട്. അഫ്ഗാനിലെ പ്രകൃതി വിഭവങ്ങളെ ലക്ഷ്യമിട്ടാണ് ചൈനയുടെ നീക്കം. 2023 സെപ്റ്റംബറിൽ ചൈന തങ്ങളുടെ അംബാസഡറെ കാബൂളിലേക്ക് അയച്ചിരുന്നു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വിസ കാലാവധി നീട്ടി നൽകി ഇന്ത്യ. ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുവാൻ ആവശ്യമുയരുന്നതിനിടെയാണ് ഇന്ത്യയുടെ നീക്കം. ഹസീനയടക്കം 96 പേരുടെ പാസ്പോർട്ട് റദ്ദാക്കിയതായി മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ കഴിഞ്ഞ ദിവസം അറിയിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ വിസ കാലാവധി നീട്ടി നൽകിയത്. 16 വർഷം നീണ്ട അവാമി ലീഗിന്റെ ഭരണം അട്ടിമറിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ കഴിഞ്ഞ ഓഗസ്റ്റ് 5-നാണ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത്. ഹസീനയെ തിരിച്ചയക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയോട് നയതന്ത്ര തലത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഹസീനയടക്കം നിരവധി പേർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ ട്രിബ്യൂണൽ അറസ്റ്റ് വാറന്റ് ഇറക്കിയിരുന്നു. ഹസീനയ്ക്ക് പുറമെ മുൻ മന്ത്രിസഭാംഗങ്ങൾ, ഉപദേശകർ, സൈനികർ എന്നിവർക്കെതിരെയാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. 100 കണക്കിന് ആളുകളെ കാണാതായ കേസിലാണിത്. ഹസീനയുടെ പേരിൽ 3 കേസുകളാണ് അന്താരാഷ്ട്ര ക്രിമിനൽ ട്രിബ്യൂണൽ എടുത്തത്. ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയെന്ന വാർത്തകൾ കേന്ദ്രം തള്ളിയതായി സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിസ നീട്ടി നൽകുന്നത് ഹസീനയ്ക്ക് നൽകുന്ന അഭയാർത്ഥി പരിരക്ഷയാണെന്ന് കരുതേണ്ടതില്ലെന്നും ഇവർ പറയുന്നു. കനത്ത സുരക്ഷയിൽ ഡൽഹിയിലെ സുരക്ഷിത കേന്ദ്രങ്ങളിലാണ് ഹസീന ഉള്ളതെന്നാണ് വിവരം. നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഹസീനയെ വിട്ടുതരണമെന്ന് ഡിസംബർ 23-ന്
ഔദ്യോഗികമായി ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. 2024-ലുണ്ടായ പ്രക്ഷോഭം അക്രമാസക്തമായതിനു പിന്നിലും നിരവധി പേരെ കാണാതായതിനു പിന്നിലും ഹസീനയ്ക്ക് പങ്കുണ്ടെന്നും ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നുമാണ് ബംഗ്ലാദേശ് അന്ന് ആവശ്യപ്പെട്ടത്. ഈ ആഴ്ച ആദ്യം ഹസീനയുടെയും മറ്റേ 96 പേരുടെയും പാസ്പോർട്ടുകൾ സർക്കാർ റദ്ദാക്കിയിരുന്നു. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയിലേക്ക് നയിച്ച സാമ്പത്തിക പ്രതിസന്ധി കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെയുള്ളതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസ് നേതാക്കൾ കുടുംബത്തെ അവഹേളിക്കുന്നുവെന്നും സംഭവം ഒരു കൊലപാതകമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും അതാണ് നടക്കുന്നതെന്നും IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണമെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. പെരിയ ഇരട്ട കൊലപാതക കേസിൽ CPM നേരത്തെ പറഞ്ഞത് ശരിവെക്കുന്നതാണ് കോടതി വിധിയെന്നും അദ്ദേഹം പറഞ്ഞു. CBIയുടെ രാഷ്ട്രീയ പ്രേരിത നീക്കം ഹൈക്കോടതി തടഞ്ഞു. ജയിൽ മോചിതരായ നേതാക്കളെ മാലയിട്ട് സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും ഇത് ശരിയായ സന്ദേശം തന്നെയെന്നും ജനങ്ങൾ പിന്തുണയ്ക്കുമെന്നും പറഞ്ഞു. PV അൻവറിന്റെ UDF പ്രവേശനം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് അൻവർ നേരത്തെ തന്നെ UDF ആണെന്നും ഇനി UDFൽ കയറിയാലും ഇല്ലെങ്കിലും തങ്ങൾക്ക് പ്രശ്നം ഇല്ലെന്നുമായിരുന്നു മറുപടി. അതേസമയം വയനാട് DCC പ്രസിഡന്റിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLAയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം ശക്തമാക്കാനാണ് CPM തീരുമാനം. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നും CPM ആവശ്യപ്പെടുന്നു. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച സുൽത്താൻ ബത്തേരിയിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കും. ഇന്ന് ബത്തേരി മണ്ഡലത്തിലെ എല്ലാ ലോക്കൽ കമ്മിറ്റികളും IC ബാലകൃഷ്ണന്റെ കോലം കത്തിച്ച് പ്രതിഷേധിക്കും. ഇതിനു പുറമെ മനുഷ്യചങ്ങല തീർത്തും പ്രതിഷേധിക്കാനാണ് പാർട്ടി തീരുമാനം. അല്ല, പ്രതി ചേർത്ത് കേസെടുക്കണം എന്ന് തന്നെയാണല്ലോ കേരളം മുഴുവൻ ഒരേ സ്വരത്തിൽ പറയുന്നത്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കത്തുകളും അദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകളുടെ കൃത്യമായ പരിശോധനയുമെല്ലാം പോലീസ് മാത്രമല്ല ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും തുറന്ന പുസ്തകം പോലെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടഞ്ഞുപോയ പശ്ചാത്തലത്തിലാണ് ആത്മഹത്യയിലേക്ക് സ്വന്തമല്ല മകനെയും ഒന്നും അദ്ദേഹവും ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്നത് അതിദാരുണമായ ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ കൃത്യമായ അന്വേഷണവും നിലപാടും സ്വീകരിക്കണം എന്ന് തന്നെയാണ് കേരളം ഒന്നടങ്കം ഒരേപോലെ ആവശ്യപ്പെടുന്നത്. അതിന് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും രണ്ടുപേരും അവരെ ആക്ഷേപിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ആ കുടുംബത്തെ അന്തവും കുന്തവും ഇല്ലാതെ ഒരു കുടുംബമാണ് എന്നും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ആ കുടുംബം ചെയ്യുന്നത് എന്നുമാണ് അവർ പ്രതികരിച്ചത്. മനസാക്ഷിയുള്ള ഒരാൾക്കും ഇങ്ങനെയുള്ള ഒരു സംഭവത്തെ ഒരു ശരിയായൊരു കൊലപാതകം തന്നെയാണ്. അദ്ദേഹം വളരെ കാലത്തെ കോൺഗ്രസ് ജീവിതം 10-50 വർഷക്കാലം ഈ എല്ലാ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിന്ന് ഒരു തരത്തിലും കോൺഗ്രസിനെ നോവിപ്പിക്കരുത് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്വയം ഇല്ലാതായിട്ടുള്ള ഒരാളാണ്. സ്വന്തം മകനെയും ഇല്ലാതാക്കിയിട്ട് ഇതാ സംഭവം. അപ്പോൾ കൃത്യമായ അന്വേഷണം വേണം, ആവശ്യമായ നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതിന് വേറെ സംശയമില്ലല്ലേ, അദ്ദേഹം തന്നെ അങ്ങനെയാണല്ലോ പറഞ്ഞത്. അതാണ് ഒരു കാര്യം. വേറൊരു കാര്യം നിങ്ങൾക്ക് ചോദിക്കാൻ ഒരു താല്പര്യമില്ല, എന്നാൽ ഞാൻ അങ്ങോട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അത് പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ചോദിക്കുമായിരുന്നു. ഇതും കൂടി പറയട്ടെ, ഇത് പറഞ്ഞിട്ട് അതിനടുത്ത് നടക്കാം. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് എന്താണോ അത് തന്നെയാണ് സംഭവിച്ചത്. അതായത് പെരിയ ഇരട്ട കൊലക്കേസ് സത്യം പറഞ്ഞാൽ CPM അറിഞ്ഞുകൊണ്ടോ പാർട്ടിയുടെ ധാരണക്കനുസരിച്ച് നടന്ന ഒന്നല്ല. തികച്ചും യാദൃശ്ചികമായി നടന്ന ഒരു സംഭവമാണ്. തുടർച്ചയേണ്ടതിന് ഒരുപാട് സംഭവങ്ങളുടെ തുടർച്ചയൊക്കെ ഉണ്ടെങ്കിലും ഒരു കൊലപാതകത്തിലേക്ക് എത്തുക എന്നതൊന്നും ആരും അറിഞ്ഞതല്ല. പക്ഷേ അത് ശരിയായ രീതിയിൽ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചിട്ട് CPIMൻ്റെ ഗൂഢാലോചനയാണ് എന്ന് വരുത്തി തീർക്കാൻ
പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ളവരെ കൊലക്കേസ് പ്രതികളാക്കി. അപ്പോഴവർ പറഞ്ഞത് ഗൂഢാലോചനയാണ്. സൈന്യത്തിന് യുദ്ധവിമാനങ്ങൾ കൈമാറുന്നതിലെ കാലതാമസത്തിൽ അതൃപ്തി പരസ്യമാക്കി വ്യോമസേനാ തലവൻ AP സിംഗ്. 2009-2010 കാലത്ത് ഓർഡർ നൽകിയ 40 തേജസ് യുദ്ധവിമാനങ്ങൾ ഇനിയും ലഭിച്ചിട്ടില്ലെന്ന് AP സിംഗ് പറഞ്ഞു. ചൈനയടക്കമുള്ള ശത്രു രാജ്യങ്ങൾ അവരുടെ വ്യോമസേനയ്ക്കായി കൂടുതൽ പണം ചെലവഴിക്കുമ്പോൾ രാജ്യം കൂടുതൽ പ്രതിരോധ രംഗത്തെ ഉൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും സുഭദ്രോ മുഖർജി സെമിനാറിൽ സംസാരിക്കവേ അദ്ദേഹം ആവശ്യപ്പെട്ടു. 1984 ഇന്ത്യ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് രൂപം നൽകുന്നത്. അവിടുന്ന് 17 വർഷം കഴിഞ്ഞാണ് ആദ്യമായി വിമാനം പറത്തുന്നത്. പിന്നെയും 15 വർഷം കഴിഞ്ഞ് 2016 തേജസ് സൈന്യത്തിന്റെ ഭാഗമായത്. ഇപ്പോൾ 2024 ആദ്യം ഓർഡർ നൽകിയ 40 വിമാനങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ ഉൽപാദന ശേഷിയെന്ന് AP സിംഗ് പറഞ്ഞു. വൈകുന്ന സാങ്കേതിക വിദ്യ നിഷേധിക്കപ്പെടുന്ന സാങ്കേതിക വിദ്യയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉൽപാദനത്തിൽ സ്വകാര്യ പങ്കാളിത്തം ആവശ്യമാണെന്നും AP സിംഗ് ആവശ്യപ്പെട്ടു. ഉൽപാദനം മത്സരാധിഷ്ഠിതമായാൽ മാത്രമേ മാറ്റമുണ്ടാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. MiG-21 പകരമായാണ് തേജസ് യുദ്ധവിമാനങ്ങൾ അവതരിക്കപ്പെട്ടത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡാണ് വിമാനം വികസിപ്പിച്ചത്. 42 സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങൾ ആവശ്യമായെടുത്ത് 30 സ്ക്വാഡ്രൺ മാത്രമാണ് ഇപ്പോൾ വ്യോമസേനയുടെ കൈവശമുള്ളത്. 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ ചൈന പരീക്ഷിച്ചതിന് പിന്നാലെയാണ് വ്യോമസേനാ മേധാവിയുടെ പ്രതികരണം. തദ്ദേശീയമായി വികസിപ്പിച്ച സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ ലൈറ്റ് ഫൈറ്റർ വിമാനമായ തേജസ് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി രൂപകൽപ്പന ചെയ്ത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡാണ് നിർമ്മിച്ചത്. പുതിയ യുദ്ധവിമാനങ്ങൾ ചൈന അടുത്തിടെ പുറത്തിറക്കിയതും വ്യോമസേന തലവൻ AP സിംഗ് പരാമർശിച്ചു. ചൈനയുടെ സൈനിക നവീകരണത്തിനെ പറ്റി ആശങ്കകൾ വ്യോമസേന തലവൻ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.